ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് എക്സ്പോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ പ്രോഡക്റ്റ് എന്താണെന്ന് പലരും ഊഹിച്ച് കാണും അല്ലേ? അതെ, ഇത് നമ്മുടെ ആപ്പിൾ എയർപോഡ്സിൻ്റെ ചൈനീസ് മോഡലിലെ ഏറ്റവും വില കുറഞ്ഞൊരു വേർഷനായി ഇയർബഡ് ആണ്. പലരും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പരസ്യം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. നമുക്കറിയാം, ആപ്പിൾ എയർപോഡ്സ് എന്ന് പറയുന്നത് വളരെ വില കൂടിയൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ എല്ലാത്തിനും ക്ലോൺ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അത്തരത്തിൽ ആപ്പിളിൻ്റെ എയർപോഡ്സ് കോപ്പി അടിച്ചിറക്കിയ ഒരു ക്ലോണിൻ്റെ ഏറ്റവും വില കുറഞ്ഞ മോഡലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതായത് ഇത് നമുക്ക് 3 തരത്തിലാണ് ലഭിക്കുന്നത്. അതായത് നമുക്ക് ലെഫ്റ്റ് ഇയർബഡ് ആയിട്ടോ റൈറ്റ് ഇയർബഡ് ആയിട്ടോ രണ്ടും കൂടി ഒരുമിച്ച് അതിൻ്റെ ബോക്സോട് കൂടി ലഭിക്കും. ഇത് ഏറ്റവും കുറഞ്ഞ മോഡലാണ്. ഇതിൽ നമുക്ക് റൈറ്റ് ഇയറോ അല്ലെങ്കിൽ ലെഫ്റ്റ് ഇയറോ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്തു വന്നാലും പ്രൊഡക്റ്റ് ഈ ഒരു സാധനം തന്നെയാണ്. മാത്രമല്ല, ഇതിൽ പ്രധാനമായിട്ടും കുറച്ച് മോഡൽസ് ഉണ്ട്. അതിൽ i7, i7s, i8, i10 എന്ന് പറയുന്ന മോഡൽസ് അവൈലബിൾ ആണ്. ഇത് i7 എന്ന് പറയുന്നൊരു പഴയ മോഡലാണ്. അതുപോലെ തന്നെ മോഡൽ നമ്പർ കൂടി വരുമ്പോൾ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ വലിപ്പം കുറയുകയും അതേപോലെ തന്നെ ആപ്പിളിൻ്റെ എയർപോഡുമായിട്ടുള്ള സാമ്യത കൂടി വരികയും ചെയ്യും. അതായത് i10 എന്ന് പറയുന്ന ഒരു മോഡൽ എടുക്കുമ്പോൾ ആപ്പിൾ എയർപോഡുമായി വളരെയേറെ സാദൃശ്യമുള്ളൊരു മോഡലാണ്. ഈ ഒരു ഇയർബഡിൻ്റെ വില ഏകദേശം 300 രൂപ 400 രൂപയാണ് മാർക്കറ്റിൽ പറയുന്നത്. എങ്കിലും അത്രയൊന്നും വില ഇതിന് വരുന്നില്ല ആക്ച്വലി. മാത്രമല്ല, ഇത് പ്രൊഡ്യൂസ് ചെയ്യാനും അത്ര വില വരുന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രോഡക്റ്റ് അത്യാവശ്യം വലിപ്പം കൂടുതലാണ്. നമ്മുടെ എയർപോഡിനെ അപേക്ഷിച്ച് വലിപ്പം വളരെ കൂടുതലാണ്. ഈ ഒരു പ്രോഡക്റ്റ് നോക്കിയാൽ എയർപോഡ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവാം, ഇത് എയർപോഡുമായിട്ട് യാതൊരു സാദൃശ്യവുമില്ല. ഡിസൈനിൽ ദൂരെ നിന്നും നല്ലൊരു സാദൃശ്യം തോന്നുമെങ്കിലും ഇത് കയ്യിൽ പിടിച്ച് നോക്കിയാലും അല്ലെങ്കിൽ ഉപയോഗിച്ച് നോക്കിയാലും യാതൊരു സാദൃശ്യവുമില്ല. പക്ക ചൈന സാധനം തന്നെയാണ്. ഈ ഇയർഫോൺ പവർ ഓൺ ചെയ്യാനും പവർ ഓഫ് ചെയ്യാനും ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ മൈക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ട്, നമ്മുടെ നോക്കിയയുടെ മോഡൽ ചാർജിങ് പോർട്ടാണ്. ഇതോടൊപ്പം നമുക്ക് ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു കേബിൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ സ്പീക്കറിൻ്റെ ഒരു ഹോള്, ഈ ഹോൾ മാത്രമേ ശരിക്കും വർക്ക് ചെയ്യുന്നുള്ളൂ. ഇത് ജസ്റ്റ് ഡിസൈന് വേണ്ടി വെച്ചതാണ്. അതുപോലെ തന്നെ നമ്മുടെ എയർപോഡുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഹെവി ആയിട്ടുള്ള ഒരു സൈസാണിത്. അപ്പോൾ ഇതൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ആക്ച്വലി ഇതിൻ്റെ സ്പീക്കറിൻ്റെ റിവ്യൂ, അതായത് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ നമ്മളിത് ഇയറിൽ വെക്കുമ്പോൾ കംഫർട്ട് ഒന്ന് ഫീൽ ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് i7 എന്ന് പറയുന്ന മോഡലാണ്. i8 എന്ന് പറയുന്ന മോഡൽ വരുമ്പോൾ ജസ്റ്റ് സൈസ് കുറച്ച് കുറയും. അതുപോലെ i10 വരുമ്പോഴും സൈസ് കുറയുകയും അതുപോലെ തന്നെ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെറുതായിട്ട് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പല ചൈനീസ് ബ്രാൻഡ് ഇറക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ i7, i8 എന്ന് പറയുന്നത് ഈ 2 മോഡലും ഓഡിയോ ക്വാളിറ്റി പറ്റ മോശമാണ് തന്നെ വേണം പറയാൻ. അതുപോലെ i10 എന്ന് പറയുന്ന സീരീസാണ് ഇതിൽ ഏറ്റവും മികച്ച സൗണ്ട് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് പവർ ഓൺ ചെയ്യാൻ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ബ്ലൂവും റെഡും കളറിൽ LED ബ്ലിങ്ക് ചെയ്യും. കാരണം ഇത് പെയറിംഗ് മോഡിൽ വന്ന് നിൽപ്പുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് i7 എന്ന് പറയുന്ന മോഡലായിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് കാണാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം i7 എന്ന് പറയുന്ന ബ്ലൂടൂത്ത് ഡിവൈസ് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസുമായി പെയർ ആവും. ഇത് പെയർ ആയി കഴിഞ്ഞാൽ ആ ബ്ലിങ്കിങ് അവിടെ ഓഫ് ആവും. ശേഷം ബ്ലൂ ലൈറ്റ് ഇങ്ങനെ കുറച്ച് ടൈം ഡിഫറൻസിൽ ബ്ലിങ്ക് ചെയ്ത് കളിക്കും. കാരണം അത് പെയർ ആയിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൺട്രോളിലൂടെ പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് കോൾ വന്നു കഴിഞ്ഞാൽ കോൾ എടുക്കാനും പറ്റും, കോൾ കട്ട് ചെയ്യാനും പറ്റും. നമുക്ക് ഇതിലൂടെ തന്നെ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ഇൻബിൽഡ് മൈക്രോഫോണും കൊടുത്തിട്ടുണ്ട്. ഒരു ബേസിക് ബ്ലൂടൂത്ത് ഇയർഫോൺ എന്ന് വേണേൽ പറയാം. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി പ്രകാരം പറയുകയാണെങ്കിൽ ഒരു ആവറേജ്, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ആവറേജ് ക്വാളിറ്റി മാത്രമേ ഇതിനുള്ളൂ.
ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്കൊന്നെങ്കിൽ സിംഗിൾ ഇയർ പീസായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് അതിൻ്റെ ബോക്സ് ഉൾപ്പെടെ നമുക്ക് വാങ്ങാൻ സാധിക്കും. എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഗാഡ്ജറ്റ് റിവ്യൂസും പുതിയ അറിവുകൾ ലഭിക്കുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.